ഹായ്, സഹദേവ് മാഷാണ്. ജിയോമെട്രിക്കൽ പാറ്റേൺസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഒരു ഗെയിം ആണ് അവതരിപ്പിക്കുന്നത്. പ്രൈമറി തലത്തിലായാലും ഹൈസ്കൂൾ ആയാലും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എന്താണ് ഗെയിം, അതുപോലെ അതെങ്ങനെയാണ് അവതരിപ്പിക്കുക, ഇതെങ്ങനെയാണ് പാഠഭാഗവുമായി ബന്ധപ്പെടുത്തുക. അപ്പോൾ ഒരു ഗെയിമിന് എന്തൊക്കെ വേണം, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ വേണം? കളിക്കളം വേണോ, അതുപോലെ കളിക്കാനുള്ള കരുക്കൾ വേണോ, അപ്പോൾ കളിക്ക് നിയമം വേണ്ടി വരും, കളിക്കുന്ന രീതി പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സംശയങ്ങളൊക്കെ തീർക്കാനുള്ള ഒരു വീഡിയോ ആണിത്. അതായത് UP തലത്തിലും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും. അപ്പോൾ പ്രധാനമായും UP തലത്തിൽ കളിക്കാവുന്ന ഒരു കളിയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് മറ്റ് സംഖ്യകൾ എടുത്തുകൊണ്ട് ഞാനിവിടെ ഭിന്നസംഖ്യകൾ, അതായത് പ്രൈമറി തലത്തിൽ കുട്ടികൾക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു ഏരിയയാണ് ഫ്രാക്ഷൻ. ആ ഫ്രാക്ഷനിലും വ്യത്യസ്ത ഛേദമുള്ള ഭിന്നസംഖ്യകൾ കൂട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസം തന്നെയാണ്. അപ്പോൾ അത് ടീച്ചേഴ്സിന് കുട്ടികളിൽ എത്തിക്കാനും നല്ല പ്രയാസമാണ്. അത് മാത്സ് എടുത്ത് ശീലിച്ചവർക്കറിയാം അതിൻ്റെ ഒരു പ്രയാസം. അതും വ്യത്യസ്ത ഛേദമുള്ള ഭിന്നസംഖ്യകളാവുമ്പോൾ കൂട്ടുന്നതും കുറക്കുന്നതും ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. ഗുണിക്കാൻ ഒരു പ്രയാസമില്ല, പക്ഷേ കൂട്ടാനും കുറക്കാനും വലിയ പ്രയാസം തന്നെയാണ്. അപ്പോൾ അത് വളരെ ലളിതമായ ഒരു കളിയിലൂടെ ഞാൻ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിലേ പറയട്ടെ, ഒരു കളിയാകുമ്പോൾ നിർബന്ധമായിട്ടും കളിക്കൊരു നിയമമുണ്ടാവണം. എന്തിനാണ് കളിക്ക് നിയമം? കൃത്യമായ നിയമങ്ങൾ എഴുതി, ലിഖിതമായ നിയമങ്ങൾ കൊണ്ട് വളരെ കൃത്യമായി കളിക്കുന്ന പല കളികളും വളരെ നിസ്സാരമായ കാര്യത്തെ ചൊല്ലി അടിപിടിയിൽ അവസാനിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫുട്ബോൾ കോർട്ടിലായാലും വോളിബോൾ കോർട്ടിലായാലും കൃത്യമായ നിയമമുള്ളതാണ്, പക്ഷേ എങ്കിലും അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ നിയമമുണ്ടായിട്ടും ഇങ്ങനെയാണ് കാര്യമെങ്കിൽ നിയമമില്ലാതെ ഒരു കളി അങ്ങ് കളിച്ചു വിട്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊന്നാലോചിക്കുക. അത് അടിപിടിയിലേ കലാശിക്കും. പ്രത്യേകിച്ചും കുട്ടികൾ കളിക്കുമ്പോൾ എനിക്ക് ജയിക്കണം എന്നുള്ള ആ വാശി തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് നിർബന്ധമായിട്ടും കളിയാണെങ്കിൽ, ഗെയിമാണെങ്കിൽ ഗെയിമിന് ഒരു നിയമം വേണം. എങ്ങനെ കളിക്കണം, എത്ര പേര് കളിക്കണം, എങ്ങനെയാണ് ജയിക്കുന്നത്, ഒരാളെ മറ്റൊരാൾ ഔട്ടാക്കുമ്പോൾ അതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ്, ഔട്ടാക്കുമ്പോൾ കളിക്കുന്ന ആൾക്ക് കൂടുതലായിട്ട് ഒരു ബോണസ് കളി കിട്ടുന്നുണ്ടോ, ഔട്ടായ ആള് എവിടുന്നാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക, ഇതൊക്കെ, അതുപോലെ എത്ര കരുക്കൾ വേണം, ഇതൊക്കെ നിർബന്ധമായിട്ടും ആദ്യം എഴുതിയിരിക്കണം. ഞാനിവിടെ ഡേയ്സ് എറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്. അപ്പോൾ ആ ഡേയ്സും അവിടുന്ന് 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഓൺ ദി സ്പോട്ടിൽ കുട്ടി ഉണ്ടാക്കേണ്ടതാണ്. ചില കുട്ടികൾ അത് റെഡിമെയ്ഡ് ഡേയ്സ് ഒക്കെ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ നമ്മളൊരു മാത്സിന്റെ പരിപാടിക്ക് പോകുമ്പോൾ അതിന് വേണ്ട ഉപകരണങ്ങൾ പോലും നമ്മൾ സ്വന്തം ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിലും ഭംഗിയായിട്ടും ഒരു ഡേയ്സ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കളി നിയമങ്ങളാണ്. അപ്പോൾ ഈ നിയമം ആരാ ഉണ്ടാക്കേണ്ടത്? ആരാണോ കളി അവതരിപ്പിക്കുന്നത് അയാളാണ് നിയമം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ വിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനോ അല്ല. നിങ്ങളുടേതാണ് കളിയെങ്കിൽ, നിങ്ങളാണ് നിങ്ങളുടെ കളി അവതരിപ്പിക്കുന്നെങ്കിൽ തീർച്ചയായും നിയമം എഴുതി ചേർക്കാനുള്ള ആ അവകാശവും നിങ്ങൾക്ക് തന്നെയാണ്. പക്ഷെ അതൊരു ലോജിക്കിന്, അതായത് നാട്ടുമര്യാദക്കും അതുപോലെ ഒരു കോമൺ സെൻസിനും നിരക്കുന്ന നിയമങ്ങൾ മാത്രമേ എഴുതാവൂ. അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ആ നിയമം അനുസരിച്ച് ഈസി ആയിട്ട് കളിക്കാൻ പറ്റണം. അടിപിടിയില്ലാതെ സംഗതി അവസാനിക്കണം. കൃത്യമായിട്ട് വിജയി ആരാണ് എന്ന് തിരഞ്ഞെടുക്കുന്നതിന് മാനദണ്ഡം ഉണ്ടാവണം. എങ്ങനെയാണ് ഓരോ കരുക്കളും മുന്നോട്ട് പോയി അവസാനം എൻഡിലേക്ക് എത്തുന്നതെന്ന് കൃത്യമായി പറഞ്ഞിരിക്കണം എങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അവതരിപ്പിക്കുന്ന ഗെയിമിന് ഒരു കളിക്കാനുള്ള ഒരു കളമുണ്ട്. അപ്പോൾ
അതിനെ കളിക്കാൻ വേണ്ടി ഡേയ്സ് ഉണ്ട്. എറിഞ്ഞിട്ട് വ്യത്യസ്ത ഭിന്നസംഖ്യകളാണ് വീഴുക. വ്യത്യസ്ത ചെയ്തുള്ള ഭിന്നസംഖ്യകളാവും, അല്ലാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുക. അതായത് സങ്കലനം, വ്യത്യസ്ത ഛേദമുള്ള ഭിന്നസംഖ്യകളുടെ സങ്കലനം. എന്നിട്ട് അത് വ്യത്യസ്ത റേഞ്ചിൽ എവിടെയാണ്, ഹാഫാണോ, ഹാഫിന് മേലെയാണോ, അതായത് അതിൻ്റെ തുക 1 അതോ പിന്നെ പകുതിയേക്കാൾ താഴെയാണോ, അങ്ങനെ വ്യത്യസ്ത റേഞ്ച് നമുക്ക് കൊടുക്കാം. അതൊക്കെ കളി നിയമം ഉണ്ടാക്കുമ്പോൾ എഴുതി ചേർക്കേണ്ടതാണ്. എത്ര പേര് കളിക്കണം, എത്ര കരുക്കൾ വേണമെന്നുള്ളത്. അപ്പോൾ കളി നേരത്തെ പറഞ്ഞതുപോലെ ഒരു കളി നിയമങ്ങൾ അത് നിങ്ങൾ തന്നെ എഴുതേണ്ടതാണ്. അത് എഴുതേണ്ടതാണ് കൃത്യമായിട്ട്. അതിലൊരക്ഷരം പോലും പിന്നെ വിട്ടുപോകാതെയാണ് കളിക്കേണ്ടത്. അതായത് നിയമം തെറ്റിച്ച് കളിക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് 3 ചാർട്ട് ഉപയോഗിക്കാം. ഒരു ചാർട്ടിൽ നമ്മൾ ഈ കളി നിയമങ്ങൾ എഴുതാം. രണ്ടാമത്തെ ചാർട്ടിൽ വേണമെങ്കിൽ കളിക്കുന്ന രീതി എഴുതാം. കളിക്കുന്ന രീതി ചാർട്ടിൽ എഴുതിയിട്ട് ചാർട്ട് നോക്കി ജഡ്ജസിന് വായിച്ചു കൊടുക്കരുത്. അത് ഞാൻ നേരത്തെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എഴുതുന്ന ചാർട്ട് നിങ്ങൾക്ക് വായിക്കാനല്ല, കാരണം നിങ്ങൾക്കത് അറിയാം. പിന്നെ ആർക്കാ അത് വന്ന് കാണുന്ന ജഡ്ജസിനും മറ്റുള്ള കാണികൾക്കുമാണ്. അതിനു വേണ്ടിയാണ് ചാർട്ട്. ഓക്കെ. രണ്ടാമത്തെ ചാർട്ടിൽ നമ്മൾ പറഞ്ഞ പോലെ കളിക്കുന്ന രീതി എഴുതി. ഇനി മൂന്നാമത്തെ ചാർട്ട് കൊണ്ട് വേണമെങ്കിൽ കളിക്കുന്ന ബോർഡ് ഉണ്ടാക്കാം, കളം വരക്കുന്ന ബോർഡ്. ഓക്കെ. അത് ഞാൻ മുമ്പ് കാണിച്ചിട്ട് 4 ആക്കി മടക്കിയാൽ ഒരു ബോർഡിന്റെ രൂപത്തിലാവും. മുമ്പ് പസിൽ അവതരിപ്പിച്ചപ്പോഴൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു 30 സെന്റിമീറ്റർ നീളവും വീതിയുള്ള, 1 അടി നീളവും വീതിയുമുള്ള ഫോം ബോർഡ്, ആ വൈറ്റ് ഫോം ബോർഡ് വാങ്ങിക്കൊണ്ടുപോയാൽ അതിൽ പെർമനന്റ് മാർക്കർ കൊണ്ട് കളം വരക്കാം. യെസ്, ഇതാണ് നമ്മൾ കളിക്കാൻ. ഞാനിത് സെൽഫായി എടുത്തതുകൊണ്ടാണ് ഈ അക്കങ്ങൾ തലതിരിഞ്ഞാണ് കാണുക. ഓക്കെ. നമ്മൾ കളിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ രൂപത്തിൽ തന്നെ. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വളരെ പരിമിതമായ സംവിധാനത്തിലാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ മുഖം ഞാൻ കണ്ടുകൊണ്ട് ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ തന്നെ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഈ പിന്നെ ക്യാമറയിൽ ഇപ്പോഴെന്താണോ നടക്കുന്നത് അത് ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. അതിനനുസരിച്ച് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിൽക്കാം. ഇല്ലെങ്കിൽ മറുപുറത്താണെങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ പിന്നെ ഞാൻ വരയ്ക്കുന്ന സമയത്ത് എനിക്ക് ഡയറക്റ്റായിട്ട് കാണും. അപ്പോൾ ഇത് തിരിഞ്ഞു പോയത് കൊണ്ട് ബേജാറാണ്ട, നമ്മൾ കളിക്കുന്ന സമയത്ത് കൃത്യമായി തന്നെ വരും. യെസ്, ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിന്റെ മേലെ ഒരു ലാമിനേഷൻ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പേപ്പർ കട്ടിയുള്ള കാർഡ് ഷീറ്റ് കൊണ്ടാണ് ഞാനിത് നിർമ്മിച്ചത്. എങ്കിലും അതിന്റെ മേലെ സെലോ ടൈപ്പ് കൊണ്ട് പിന്നെ വരിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഇതിന്റെ വക്കും മൂലയൊന്നും ആ രൂപത്തിലൊന്നും പോയി പോവില്ല. കാരണം നമ്മൾ അതുപോലെ ഈ എഴുതിയതും പിന്നെ മഷിയൊന്നും പടരില്ല. ആ എഴുതി അതുപോലെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഡേയ്സ് 6 സമചതുരങ്ങൾ അത് നിർമ്മിക്കുന്ന കൃത്യമായ രീതി ഞാൻ കാണിച്ചു തരാം. കളിക്കാനുള്ള കളം ഇതാണ് കളിക്കാനുള്ള കളം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യണം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത ഗണിത കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ചും ഗണിതശാസ്ത്ര മേള അടുത്ത് വരുന്ന സമയത്ത് ഗണിതശാസ്ത്ര മേളയിലുള്ള ഐറ്റങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചിട്ടില്ല. തീർച്ചയായും നിങ്ങൾ രക്ഷിതാക്കളും അതുപോലെ ടീച്ചേഴ്സും, പുതുതായി സർവീസിൽ വന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ഭൂരിപക്ഷം ടീച്ചേഴ്സിനും ഈ മേളയിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയില്ല. എങ്ങനെയാണ് കുട്ടികളെ ഒരുക്കേണ്ടതെന്നും കൃത്യമായിട്ട് അറിയില്ല. ഏതൊക്കെ ഐറ്റം എങ്ങനെ ഒരുക്കണമെന്ന് ഒക്കെ. ഇതിലോരോന്നും ഞാനിപ്പോൾ പറയുന്നത് ഗെയിമിനെ കുറിച്ചാണ്. പസില് കൊണ്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും പസിലിന്റെ A to Z എങ്ങനെയാണ് ഒരു പസില് നിർമ്മിക്കുന്നത് എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. ഒരു പസിൽ എങ്ങനെ അവതരിപ്പിക്കുന്നതെന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല പസിൽ ഉണ്ടാക്കാം, അതുപോലെ ഇവിടെയും നിങ്ങൾക്ക് എങ്ങനെ മറ്റൊരു ഗെയിം ഉണ്ടാക്കാം എന്നതാണ് കാണിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാവുന്ന എല്ലാ ഐഡിയാസും, അതായത് മേസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര മേളയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് തന്നെ സ്ഥലം വിടണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ പരമാവധി മറ്റ് ടീച്ചേഴ്സിലേക്ക് മാത്രമല്ല, അത് രക്ഷിതാക്കളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ ഒക്കെ പിന്തുണ പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികൾ കണക്കിനെ വെറുക്കുന്നത്, കണക്കിനോട് പേടി തോന്നുന്നത് ഇത്തരത്തിലുള്ള രസകരമായ കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ മനോഹരമായി ചിത്രം വരച്ചുകൊണ്ടും കണക്ക് പഠിക്കാം, മനോഹരമായി പസിൽ അവതരിപ്പിച്ചുകൊണ്ടും, വളരെ ഭംഗിയിൽ പസിൽ അവതരിപ്പിച്ചുകൊണ്ടും കണക്ക് പഠിക്കാം. ഞാനിവിടെ ഗെയിമിലൂടെ എങ്ങനെയാണ് കണക്ക് പഠിക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ രസകരമായ ഇത്തരം രീതികൾ നിങ്ങളുടെ കുട്ടികൾക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ രക്ഷിതാക്കളായാലും ടീച്ചേഴ്സ് ആയാലും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഷെയർ ചെയ്യുന്ന കാര്യവും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഗെയിമിലേക്ക് നേരിട്ട് പോകാം. ഇവിടെ കാർഡ്, ഇത് നമുക്ക് ഈ ഇൻവിറ്റേഷൻ കാർഡ്, കല്യാണത്തിനൊക്കെ ഉള്ള ക്ഷണക്കത്തുണ്ടല്ലോ, അതുപോലെ ഹൗസ് വാമിൻ്റെ ക്ഷണക്കത്ത്, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡേയ്സ് ഉണ്ടാക്കാം. ഞാൻ അങ്ങനെയുള്ള ഒരു കാർഡ് കഷ്ണം, ഇത് ടെക്സ്റ്റൈൽസിൽ നിന്ന് ഡ്രസ്സൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു കാർഡാണ് ഞാനെടുത്തത്. ഞാനിപ്പോൾ 4 സെൻറ്റിമീറ്റർ കണക്കാക്കി പോയിൻ്റ് ഇടുകയാണ്. 4, 8, 12, 16. അതിനുശേഷം അത് ചേർത്ത് വരക്കുകയാണ്. ആ 2 പോയിൻറ്റും ചേർത്ത് വരയ്ക്കുകയാണ്. അപ്പോൾ അത് തമ്മിലുള്ള ആ 2 വരകളും തമ്മിലുള്ള വ്യത്യാസം 4 സെൻറ്റിമീറ്ററാണ്. യെസ്. അപ്പോൾ സമാന്തരമായി തന്നെ നമ്മൾ കൃത്യമായിട്ട് വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ നമ്മൾ ആ മൂല അങ്ങനെ ആയതുകൊണ്ട് അവിടെ ഒരു വര വരച്ചത് ആ ഭാഗം കട്ട് ചെയ്യണം. യെസ്. പിന്നീട് ആ പോയിന്റിൽ വെച്ചുകൊണ്ട് 4, 8, 12 അവിടെ തികയില്ല. അപ്പോൾ 4, 8 മാത്രമേ അടയാളപ്പെടുത്താൻ പറ്റുന്നുള്ളൂ. 4, 8. യെസ്. അതിനുശേഷം ആ പോയിന്റുകൾ ചേർത്ത് വരക്കുന്ന സമയത്ത് നമുക്കുള്ളിൽ കിട്ടുന്നതെല്ലാം 4 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സമചതുരങ്ങളാണ്. യെസ്. അതിനുശേഷം നമ്മൾ ആ കഷ്ണം മുറിച്ചെടുക്കുകയാണ്. യെസ്. ആ രൂപത്തിൽ സമചതുരങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ മുറിക്കുന്നത് മെറ്റൽ സ്കെയിൽ കൊണ്ടാണ് മുറിക്കുന്ന. കട്ടർ കാണുന്നുണ്ടാവും, ലേശം വലിയ പേപ്പർ കട്ടർ എന്ന് പറഞ്ഞാൽ ലേശം വലിയ കട്ടറായി. അപ്പോൾ ഇതാ നീളത്തിൽ. അപ്പോൾ ഇപ്പോഴും ഇതിൽ നമുക്ക് ഈ 8 സമചതുരങ്ങൾ കൊണ്ട്, അതായത് 4 വരിയിലും 4 നിരകളിലായിട്ട് നമുക്ക് 2 വരികളിലും, ഇപ്പോൾ 4, 2, 8 കഷ്ണം. ഈ 8 കഷ്ണം കൊണ്ട് എങ്ങനെയാണ് നമ്മൾ 2 ഡേയ്സ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കുക. 8 കഷ്ണം കൊണ്ട് 2 ഡേയ്സ് ഉണ്ടാവില്ല. 1. ശരിക്കും ഒരു ഡേയ്സ് ഉണ്ടാക്കാൻ 6 സമചതുരങ്ങളെ വേണ്ടൂ. പക്ഷേ ഇവിടെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മളതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. ഇതാ അതിൻ്റെ അറ്റത്ത് സെലോ ടേപ്പ് പകുതി പുറത്താക്കി ഒട്ടിക്കുകയാണ്. അതായത് ഉൾഭാഗമാണ്, വരച്ച വരയിലല്ലേ, ആ വരച്ച വരയുടെ ഭാഗത്തല്ല, നമ്മൾ ഉൾഭാഗത്താണ്. അതിനുശേഷം അതാ സെലോ ടേപ്പ്, നമ്മൾ പകുതി സെലോ ടേപ്പ് പശി അവിടെ ഉണ്ടല്ലോ, അതിൻ്റെ മേലെയാണ് ഒട്ടിക്കുന്നത്. അങ്ങനെ ഒട്ടിച്ച് എടുത്ത് നോക്കിയാൽ അതൊരു സ്ക്വയർ പൈപ്പ് പോലെ കാണാം. കണ്ടോ, സ്ക്വയർ പൈപ്പ് പോലെ. എന്നിട്ട് ഇതാ അത് 2 ആ നേർവരയിലൂടെ നമ്മളേക്ക് മുറിക്കുകയാണ്. നമ്മൾ നേരത്തെ സമചതുരത്തിന് വര വരച്ചിട്ടുണ്ടല്ലോ, ആ വരയിലൂടെയും മുറിക്കുകയാണ്. അതിനുശേഷം ഇതാ ചെറിയ 2 സ്ക്വയർ പൈപ്പ് കിട്ടി. ഇനി ഒന്നിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നമ്മൾ കയറ്റി വെക്കുകയാണ്. അത് ഈ രൂപത്തിലാണ് ഉള്ളിലേക്ക് കയറ്റേണ്ടത്. അപ്പോൾ കൃത്യമായി അവിടെ താണു നിന്നാൽ അളവ് റെഡി ആണെങ്കിൽ നമുക്കൊരു ക്യൂബ് കിട്ടി കേട്ടോ. അളവ് റെഡി ആയിരിക്കണേ, എങ്കിൽ കൃത്യമായിട്ട് നമുക്കിങ്ങനെ ഒരു ക്യൂബ് കിട്ടും. ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ
ആ 4 നീളത്തിൽ 4 വേണം, 4 വശം ഉണ്ടാവുമല്ലോ, 4. അപ്പോൾ 4 കണക്കായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അറ്റത്ത് സെല്ലോ ടേപ്പ് വെച്ച് തിരിച്ച് ഒട്ടിക്കുകയാണ്. അപ്പോൾ ടേപ്പ് ഉള്ളിലാണുള്ളത്, ഒട്ടിക്കലെല്ലാം ഉള്ളിലാണ്, പുറത്തില്ല. യെസ്. അതിനുശേഷം ഓരോ കഷ്ണമായിട്ട് മുറിക്കുകയാണ്. സ്ക്വയർ പൈപ്പ് പോലെ കിട്ടിയല്ലോ, ഓരോ കഷ്ണമായിട്ട് മുറിക്കുകയാണ്. അപ്പോൾ ഓരോ കഷ്ണമായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഒരു കഷ്ണത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുകയാണ് വേണ്ടത്. നോക്കിക്കോ. യെസ്, റെഡിയായി. അപ്പോൾ നമുക്ക് കളിക്കാൻ ആവശ്യമായ 2 ഡേയ്സ് കിട്ടി. ഇനി അതിൽ അക്കങ്ങൾ എഴുതണം. നമ്മൾ ഭിന്നസംഖ്യയായി ബന്ധപ്പെട്ട കളിയാണ്. വ്യത്യസ്ത ഛേദമുള്ള ഭിന്നസംഖ്യകൾ കൂട്ടുന്ന കളിയാണ്. 1/2 മാർക്കർ കൊണ്ടാണ് എഴുതുന്നത്. 1/3, 1/4, 1/5. ആ അക്കങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അത് ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് പിന്നെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷേ ഇവിടെ 1 അംശമായിട്ടുള്ള വ്യത്യസ്ത ഛേദങ്ങളുള്ള സംഖ്യ എടുക്കുന്നതാണ് നല്ലത്. ആ രൂപത്തിലാണ് കളിക്കുന്നത്. ഞാനിപ്പോൾ 2ാമത്തെ കരുവിൽ എഴുതുന്ന അതേ നമ്പർ തന്നെയാണ്. അതേ നമ്പർ വേണ്ട, നിങ്ങൾക്ക് 1 അംശമായിട്ടുള്ള വേറെ വ്യത്യസ്ത ഛേദം എഴുതാം. ഇപ്പോൾ 2ലും ഒരേപോലെ തന്നെയാണ് എഴുതിയത്. ഇനി ഇതിൻ്റെ മേലെ കൂടെ 1 സെലോ ടേപ്പ് ചുറ്റി വയ്യേണ്ടതുണ്ട്. നിർബന്ധമൊന്നുമില്ല, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അത് ലൂസായി പോകാനോ വേണ്ടത്ര ഉറപ്പ് കിട്ടിയില്ല എന്ന് വരും. മറ്റൊന്ന്, നമ്മൾ എഴുതിയത് സാധാരണ മഷി കൊണ്ടാണ്, സാധാരണ മാർക്കറാണ്, പെർമനൻ്റ് മാർക്കറല്ല. അതുകൊണ്ട് അത് മാഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടെ ഉണ്ട് തുടർച്ചയായി കളിക്കുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ സെലോ ടേപ്പ് നമ്മൾ വരിഞ്ഞു കഴിഞ്ഞാൽ അത് ലാമിനേറ്റ് ചെയ്തതുപോലെയായി നല്ലൊരു ഉറപ്പും കിട്ടി. ആ ഒരു ലാമിനേഷൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ആ എഴുതിയ അക്കങ്ങൾ. അപ്പോൾ ഒരു കാരണവശാലും അത് മാഞ്ഞു പോവില്ല. അതുപോലെ നല്ല സ്ട്രെങ്ത് കിട്ടി, നല്ല സ്ട്രോങ്ങിലാണ്, പെട്ടെന്നൊന്നും ചീത്തയാവില്ല. അപ്പോൾ ഇതിന് 1 ഇഞ്ച് ടേപ്പാണ്, 1 ഇഞ്ച് സെലോ ടേപ്പാണ് എടുത്തത്. സെലോ ടേപ്പ് ചുളിഞ്ഞു പോവാതെ ഈ രൂപത്തിൽ ഒട്ടിക്കുക. ചുളി വന്നാൽ അതിൻ്റെ ഭംഗി കുറക്കും. യെസ്. അപ്പോൾ കളിക്കാനുള്ള ഡേയ്സ് എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്? അത് ആ സ്പോട്ടിൽ നിന്ന് ഉണ്ടാക്കേണ്ടതാണല്ലോ. അപ്പോൾ ഇത് പിന്നെ കട്ടിയുള്ള കാർഡ് ഷീറ്റ് വില കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങണമെന്നില്ല. നമ്മളെ വീട്ടിൽ ഉപയോഗം കഴിഞ്ഞ് അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങൊക്കെ ക്ഷണിക്കാമെന്ന്, കല്യാണത്തിനൊക്കെ ക്ഷണിക്കാമെന്ന് ആ കാർഡ് മതി. അതിൻ്റെ സാധാരണഗതിയിൽ ഒരു ഭാഗത്തെ എഴുത്തുണ്ടാവും, മറ്റേ ഭാഗം ക്ലീൻ ആയിരിക്കും. ഇതാ. ഇനി അത് കളിക്കാനുള്ള കളം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 21 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള ഒരു സമചതുരാണ്. 21 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൽ 7 വരികളും 7 നിരകളുമാണ്. അപ്പോൾ 21 7 വരികളും 7 നിരകളും 3ൻ്റെ ഗുണിതങ്ങളാണ് അടയാളപ്പെടുത്തുന്നത്. 3, 6, 9, 12, 15, 18 മേലെ അങ്ങനെ തന്നെ. അപ്പോൾ തലങ്ങും വിലങ്ങും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് 7 ഗുണിക്കണം 7 49 കളങ്ങളാണ് കിട്ടുക. 49 കളങ്ങൾ. യെസ്. അതിനുശേഷം കളി സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റാണ് അത് കളിക്കളത്തിൻ്റെ സേഫ് കോർണറും കൂടെയാണ്, ഇരുവശങ്ങളിൽ നിന്നും മധ്യഭാഗത്ത്. അപ്പോൾ ഓരോ ഭാഗത്തു നിന്നും 1, 2, 3 4ാമത്, അത് ലെഫ്റ്റിൽ നിന്നായാലും റൈറ്റിൽ നിന്നായാലും. അപ്പോൾ ഈ 4 ഭാഗത്താണ് 4 കളിക്കാരിരുന്ന് കളി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഓരോരുത്തരുടെ വലതു ഭാഗത്തേക്ക് ആൻറ്റി ക്ലോക്ക് വൈസിൽ ആദ്യവും പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ ക്ലോക്ക് വൈസിലും. എന്നിട്ട് ഇപ്പോൾ ക്രോസ് ചെയ്ത് ഭാഗത്താണ്, എല്ലാ ഭാഗത്തുനിന്നും അവിടത്തേക്കാണ് കറങ്ങി എത്തേണ്ടത്. അവിടെയാണ് ആദ്യം 2 കരുക്കളും അവിടെ എത്തിക്കുന്നത് ആരാണോ അയാളാണ് വിജയിക്കുന്നത്. യെസ്. ഇവിടെ റെഡിൽ കാണിക്കുന്നത് എങ്ങനെയാണ് ആ കളിക്കാരൻ കളം, അതായത് അയാളെ കരുക്കൾ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി ഉള്ളിലേക്ക് വന്ന് അത് ക്ലോക്ക് വൈസിലേക്കാണ് പിന്നെ പോകുന്നത്.
അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഏറ്റവും ഉള്ളിലേക്ക് കടന്ന് അവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ കൃത്യമായി ആദ്യം ആൻറ്റി ക്ലോക്ക് വൈസിലും പിന്നീട് ക്ലോക്ക് വൈസിലും കറങ്ങിയാണ് ഉള്ളിലേക്ക് എത്തുന്നത്. ഇതേ രൂപത്തിൽ തന്നെയാണ് എതിർവശത്തുള്ള ആൾ അയാളുടെ വലതുഭാഗത്തേക്കാണ് നീങ്ങുന്നത്. അയാളുടെ തൊട്ട് ഇടതുഭാഗത്ത് കൂടിയാണ് ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഇവിടുന്ന് ഉള്ളിലേക്ക് കടന്നു പോകും. യെസ്, പിന്നെയും കറങ്ങി അങ്ങനെ ഉള്ളിലേക്ക്. ഇപ്പോൾ രണ്ടാമത്തെ ആൾ. ഇനിയും 4 പേരാണെങ്കിൽ നാലാമത് മറ്റൊരു കളർ കൊണ്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് അയാൾക്ക് പോകാനുള്ള വഴിയാണ്. ബ്ലാക്ക്. നേരെ ഒരു ചുറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ചുറ്റി ഉള്ളിലേക്ക് പോയി, ക്ലോക്ക് വൈസിൽ ചുറ്റി അവിടുന്ന് ഉള്ളിലേക്ക് വന്ന് വീണ്ടും കറങ്ങി ഉള്ളിലേക്ക് എത്തുകയാണ്. ഇനി നാലാമത് മറ്റൊരു കളറ്. അപ്പോൾ 4 പേർക്ക് 4 ഭാഗത്തിരുന്ന് ഒരേ സമയം കളിക്കാം. ഇനി 2 പേരാണെങ്കിലും കളിക്കാം, എതിർവശത്തിരുന്നാൽ മതി. 3 പേരാണെങ്കിലും കളിക്കാം. 4 പേര് വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അതൊക്കെ നിങ്ങൾ നിയമത്തിൽ എഴുതിയിരിക്കണം. നിയമത്തിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. നമുക്ക് ഇത് കളിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 2 ത്രികോണ രൂപത്തിലുള്ള കഷ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ദീർഘചതുരമാണ്. അത് സമചതുരമോ അല്ലെങ്കിൽ ത്രികോണമോ അതൊക്കെ നിങ്ങൾക്ക് സൗകര്യം പോലെ എടുക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക ഒരാൾ. അപ്പോൾ 2 പേരാണെങ്കിൽ 2 ഭാഗത്ത് എതിർവശത്താണ് നിൽക്കേണ്ടത്. സൗകര്യത്തിന് ഞാൻ 2 ആളുള്ള കളിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 2 കരുക്കളാണ് എടുക്കുന്നത്. അത് പിന്നെ 2 എടുക്കണോ 3 എടുക്കണോ 4 എടുക്കണോ എന്നുള്ളത് നിങ്ങൾ നിയമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അതുപോലെ ഈ കളി വേണമെങ്കിൽ 2 പേർക്കും കളിക്കാം, 3 പേർക്കും കളിക്കാം, 4 പേർക്കും കളിക്കാം. പക്ഷെ എത്ര പേരാ കളിക്കുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ നിയമത്തിൽ പറഞ്ഞിരിക്കണം. ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഡെയ്സ് തന്നെയാണ്. ഇതിൻ്റെ ഓരോ വശവും നമ്മൾ നേരെ കണ്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഡെയ്സ് എറിയാണ്. ഡെയ്സ് എറിഞ്ഞിട്ട് വന്നത് എത്രയാണ് നോക്കുക. ഇവിടെ 1/2 1/2 കൂട്ടുവാണ് വേണ്ടത്. 1/2 1/2 ഒന്നാണെന്നറിയാം. അപ്പോൾ ഈ കളി ആദ്യം ഇവിടെ ഇരിക്കുന്ന ആള് അയാളുടെ വലതുഭാഗത്തേക്കാണ് നീങ്ങുന്നത്. വലതുഭാഗത്തേക്ക് നീങ്ങി, അതായത് ആൻറ്റി ക്ലോക്ക് വൈസിൽ പുറം ഭാഗത്തുകൂടെ ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഉള്ളിലേക്ക് കയറുകയാണ്. അതായത് ഒരാളെ ഇരിക്കുന്ന ആളിൻ്റെ ഇടതുഭാഗത്തു നിന്നാണ് ഉള്ളിലേക്ക് കയറുന്നത്. പിന്നെ ക്ലോക്ക് വൈസിൽ ഇങ്ങനെ കറങ്ങി വരികയാണ്. അപ്പോൾ ഏറോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഇങ്ങനെ വന്ന് ഏറ്റവും ഉള്ളിലേക്ക് കയറി ഇവിടെ എത്തണം. അപ്പോൾ ആരാണോ 2 ആദ്യമായിട്ട് എത്തിക്കുന്ന അയാളാണ് വിജയിക്കുന്നത്. അപ്പോൾ ഒരാൾ ഇവിടെ ഉണ്ടാവും. 4 പേരാണ് കളിക്കുന്നതെങ്കിൽ മാക്സിമം 4 പേർക്കേ കളിച്ചോളൂ. 4 ആൾ കളിക്കുന്നുണ്ട്, 4 ഭാഗത്തും ഇരുന്ന് കളിക്കാം. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വലത്ത് ഭാഗത്തേക്ക് പോയി ചുറ്റി വന്ന് പിന്നെ തൊട്ട് ഇടതുവശത്തു നിന്ന് ഉള്ളിലേക്ക് കയറി പോകുന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 7 × 7 49 കളമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തത് 3 സെൻറ്റിമീറ്റർ വലുപ്പത്തിലാണ്. അപ്പോൾ 21 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള ഒരു സമചതുരാണ്. അതിനെ 3, 6, 9, 12, 15, 18 അങ്ങനെയുള്ള അളവെടുത്തുകൊണ്ടാണ് മുറിച്ചത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ കളം വലുതാക്കാൻ വേണമെങ്കിൽ 4 സെൻറ്റിമീറ്ററിലോ 5 സെൻറ്റിമീറ്ററിലോ എടുക്കാം. 4 സെൻറ്റിമീറ്ററിലാണെങ്കിൽ 4, 7, 28 സെൻറ്റിമീറ്റർ. 5 ആണെങ്കിൽ 7, 5, 35 സെൻറ്റിമീറ്റർ നീളവും വീതി. അപ്പോൾ നല്ല വലുപ്പം തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കളിക്കുന്നത് വ്യത്യസ്ത റേഞ്ച് കൊടുത്തുകൊണ്ടാണ്. 1 നമ്മളിപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെ വീണാൽ 1 വീഴുന്നതെങ്കിൽ അയാൾക്ക് മാക്സിമം 4 കളം നിൽക്കാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് 1, 2, 3, 4 ഇവിടെ എത്തും 1 ഇനി 1 കുറവും പകുതിയിലധികവും ആണെങ്കിൽ, പകുതിയിൽ കൂടുതലും ആണെങ്കിൽ
എങ്ങനെ വരാം? ഇതാ, ഇതിപ്പോൾ എത്രയാണെന്ന് നോക്ക്. ഇങ്ങനെയാണ് വീഴുന്നെങ്കിലോ, ഇങ്ങനെയാണ് വീഴുന്നെങ്കിൽ 1/3 1/2. അപ്പോൾ ഇത് കൂട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഛേദങ്ങൾ തമ്മിൽ കൂട്ടി അംശമായിട്ടിടുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദമായിടുക. അപ്പോൾ വേറെ ഒന്നും നോക്കണ്ട, കൂട്ടി മേലെ ഇടുക, കൂട്ടി മേലെ ഇടുക, ഗുണിച്ചിട്ട് താഴെ ഇടുക. കുട്ടി അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിശദമായ പഠനമെല്ലാം നമ്മൾ ക്ലാസ്സിൽ വെച്ച് നടത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ 3 2 5 അംശം, 3 2 6 ഛേദം, 5/6. ഈ 5/6 കുട്ടി കണ്ടെത്തണം. പകുതിയാണോ, പകുതി കൂടുതലാണോ, 1 അല്ല പകുതിയിലും കുറവാണോ എന്ന്. അപ്പോൾ 6ൽ 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പകുതിയിൽ കൂടുതലാണ്. പക്ഷെ 1 ഇല്ല. 1 ഉണ്ടെങ്കിൽ 4കളായിരുന്നു. ഇപ്പോൾ പകുതിയിൽ കുറവ്, 1ൽ താഴെയാണെങ്കിൽ 3 കളം. ഇപ്പോൾ 1 2 3 ഇവിടെയാണ് എത്തുക. യെസ്. ഇനിയോ ഇതാ, ഇങ്ങനെയാണെങ്കിലോ, ഇതാണ് വീണിട്ട് കിട്ടുന്നെങ്കിലോ 1/4 1/5 ആണ്. അപ്പോഴെങ്ങനെയാ? 4 5 9 അംശം, 9/4 5 20. 9/20 എന്ന് പറഞ്ഞാൽ പകുതിയിലും കുറവാണ്. അങ്ങനെയാണെങ്കിൽ പകുതിയിൽ കുറവാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിപ്പോൾ എങ്ങനെയാണ്? 7 5 35 ഛേദം, 7 5 12. അപ്പോൾ 35ൽ 12 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ പകുതിയിൽ കുറവ്. അപ്പോൾ പകുതിയിൽ കുറവാണെങ്കിൽ 1 കളം, പകുതിയാണെങ്കിൽ 2 കളം, പകുതിയിൽ കൂടുതലും 1ൽ താഴെയാണെങ്കിൽ 3 കളം, ഇനി 1 ആണെങ്കിൽ 4 കളം. ആ രൂപത്തിലാണ് നീക്കുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നീങ്ങി ഇങ്ങനെ വരും. അപ്പോൾ ഇവിടുന്നും കളിക്കാരൻ വരുന്നുണ്ടാവും, ഇനി ഇവിടുന്നും കളിക്കാരൻ വരുന്നുണ്ടാവും. അപ്പോൾ അയാളെ കളത്തിലേക്ക് എത്തിയാൽ കുത്തി പുറത്താക്കാം. പക്ഷെ ഇത് സേഫ് കോർണറാണ്. 1 2 3 4 സേഫ് കോർണർ ഉണ്ട്. അവിടെ വെച്ച് കുത്താൻ പാടില്ല. അപ്പോൾ ഇതിലുള്ള അക്കങ്ങളിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. അപ്പോൾ കളീൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ റേഞ്ച് തീരുമാനിച്ച് എന്നിട്ട് കളി തുടങ്ങുകയാണ്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ നീക്കി കൊണ്ടുപോയി കളിക്കുകയാണ്. എന്നിട്ട് ഈ 2 കഴുക്കളും, അപ്പോൾ ഒന്ന് മാത്രം എടുത്താൽ ഇത് വീഴുന്നതിനനുസരിച്ചേ നമുക്ക് നീക്കാൻ പറ്റും. 2ഉം നീക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലേശൊരു ബുദ്ധിശക്തി അവിടെ ഉപയോഗിക്കണം. മറ്റേയാളെ കുത്തണം, സ്വന്തം കരു സേഫാക്കി വെക്കണം. അങ്ങനെയുള്ള ചില കണക്കുകൂട്ടൽ നടത്തിക്കൊണ്ടേ മുന്നോട്ട് പോകാനാവും. ഓക്കെ, അപ്പോൾ ഇതാണ് കളിക്കുന്ന രീതി. അപ്പോൾ കളിക്ക് ഒരു നിയമം, നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നിയമം എഴുതിയുണ്ടാക്കണം. കളിക്കാൻ ഡേയ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണം. ഇനി ഈ വെക്കുന്ന കരുക്കൾ പോലും അതും നമ്മൾ ഉണ്ടാക്കുന്ന തന്നെ ആയിരിക്കണം. വ്യത്യസ്ത നിറങ്ങളിലോ, ഇനി വ്യത്യസ്ത ഗണിത രൂപമാണ് ഞാനിവിടെ എടുത്തത്. ഒരാൾ ത്രികോണാണ് എടുത്തത്, മറ്റേയാൾ ചതുരാണ് എടുത്തത്. ഇനി മൂന്നാമതൊരാളുടെ സമയരെടുത്തോട്ടെ, ഇനി വേറൊരാളുടെ ഷഡ്ഭുജോ, അങ്ങനത്തെ ആ രൂപങ്ങൾ അങ്ങനെ എടുത്താൽ അതും ആ സ്പോട്ടിൽ നിന്ന് ഉണ്ടാക്കേണ്ടതാണ്. ഓക്കെ, ആ കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ് ഇന്ന് സംഖ്യ വീണാലേ തുടങ്ങാവൂ എന്ന് വാശി പിടിച്ചുകൂടാ. കാരണം ജഡ്ജസിന് മുമ്പ് നമുക്ക് കളി അവതരിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇതാരുമായിട്ടാണ് കളിക്കാൻ എത്ര ആൾ വേണം? 2 ആളുണ്ട്. ഒരു കുട്ടിക്കല്ലേ ഗെയിം അവതരിപ്പിക്കാനാവൂ എന്നാണ് പലരും ചോദിക്കാറ്. 2 കുട്ടിക്ക് അവതരിപ്പിക്കാവോ? അതിൻ്റെ കൂടെ 2 ആൾക്ക് പോയിക്കൂടാലോ. ഒരു കുട്ടിയായിട്ട് കളിക്കുകയില്ല. പിന്നെ ആരെ കൂടെയാണ് കളിക്കുക? ജഡ്ജസിൻ്റെ കൂടെയാണ് അവിടെ കളിക്കുക. ജഡ്ജസ് വന്ന് പരിശോധിക്കുന്ന അവസരത്തിൽ കുട്ടിയും ജഡ്ജസും ചേർന്നാണ് കളിക്കുക. അങ്ങനെയാണ് കളി അവതരിപ്പിക്കുക. അവരെ മുമ്പ് കളിച്ച് കാണിക്കുക തന്നെ വേണം. ഇനി കളി നിയമങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. നിയമങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ, അത് കൃത്യമായി എഴുതിയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നാക്കി നോക്കാം. ഞാനിവിടെ 6 നിയമങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. കളി സുഗമമാക്കാൻ വേണ്ടി, രസകരമാക്കാൻ വേണ്ടി, അടിപിടി ഇല്ലാതെ കളിക്കാൻ വേണ്ടി ഇനിയും ചിലപ്പോൾ നിയമങ്ങൾ വേണ്ടിവരും.
ആ നിയമങ്ങൾ നിങ്ങൾ എഴുതി ചേർത്തുള്ള ഏതൊക്കെയാണ് കളിക്ക് തടസ്സമായി നിൽക്കുന്ന നിയമങ്ങൾ നമുക്ക് മാറ്റണം, പുതിയ നിയമങ്ങൾ എഴുതണം. യെസ്, ഇവിടെ നമ്മളെ ഈ കളത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 പേർക്കും കളിക്കാം, 3 പേർക്കും കളിക്കാം. പക്ഷെ പരമാവധി 4 ആക്കേ കളിച്ചൂടൂ, 5 ആക്ക് കളിച്ചൂടാ. കാരണം 4 ഭാഗമാണ് ഉള്ളത്. അപ്പോൾ ഓരോ ഭാഗത്തും ഓരോ ആളിരുന്നാൽ പരമാവധി 4 ആൾക്ക് മാത്രമേ കളിച്ചൂടൂ. എന്നാലോ 4 ആൾ തികഞ്ഞിട്ടില്ലേ കളിക്കാതിരിക്കണ്ട, 3 ആൾക്ക് കളിക്കാം. 3 സൈഡിൽ നിന്ന് 3 ആൾക്ക് കളിക്കാം. 2 ആളെ വന്നിട്ടുള്ളൂ എങ്കിൽ 2 പേർക്കും കളിക്കാം. അപ്പോൾ അത് ഒരു ഇളവുള്ളതാണ്. 2 ആൾക്കും കളിക്കാം, 3 ആൾക്കും കളിക്കാം, പരമാവധി 4 ആള്, അതിലപ്പുറം കളിച്ചൂടാ. യെസ്. രണ്ടാമത്തെ നിയമം, ഒരാൾക്ക് 2 കരുക്കൾ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് ആദ്യം എത്തിക്കുന്ന ആള് എത്തിച്ചു കഴിഞ്ഞാലാണ് പറയുക ജയിച്ചിക്കില്ല, ഒന്നും കൂടെ വേണം. അല്ലെങ്കിൽ രണ്ടും കൊണ്ടുപോയാൽ മൂന്നാമത്തെ മറ്റൊരാൾ തോറ്റ ആൾക്ക് പറയാം ഞാൻ ഉദ്ദേശിച്ച 3 കരുക്കളാണ്. അതുകൊണ്ട് കളി തുടങ്ങുന്നതിന് മുമ്പേ ഒരാൾ എത്ര കരുക്കൾ ഉപയോഗിക്കുന്നു നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ഈ നിയമത്തിന് മാറ്റം വരാം. 2 എന്നുള്ളത് 3 ആക്കാം, 4 ആക്കാം. പക്ഷെ അത് എന്താണോ നിങ്ങൾ എഴുതിയത് അതിനനുസരിച്ച് ആ കളി കളിച്ചോളൂ. അടുത്ത തവണ നിങ്ങൾക്ക് 3 or 4 ആക്കിയിട്ട് പക്ഷെ ആ സമയത്ത് നിയമം മാറ്റിയിരിക്കണം. പിന്നെ ഈ നീക്കം എങ്ങനെയാണ്? തുക 1 ആയാൽ 4 കളം മുന്നോട്ട് പോകാമെന്നാണ്. അപ്പോ തുക 1 ആവുന്ന എങ്ങനെയാണെന്ന് നമ്മൾ കണ്ട് 1/2 രണ്ടും 1/2 വീഴുവാണെങ്കിൽ 2 പകുതി ചേർന്നാൽ 1 ആണല്ലോ. അപ്പൊ ഇവിടെ തുക 1 ആണ്. അപ്പൊ 1 ആയാൽ 4 കളം, മാക്സിമം 4 കളം മുന്നോട്ട് വേണമെങ്കിൽ. ഞാനിവിടെ നിയമം എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാം. ഇത് അപൂർവമായിട്ട് വീഴുന്നതാണ്. ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ 1 കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബോണസ് കളിയും കൂടെ വേണമെങ്കിൽ നിങ്ങൾ അടുത്ത നിയമത്തിൽ എഴുതിക്കൊള്ളണം. 7ാമത് നിയമമായിട്ട് നിങ്ങൾ എഴുതി ചേർക്കണം. തുക 1 കിട്ടിയാൽ അയാൾക്ക് വീണ്ടും ഒരു കളിയും കൂടെ കളിക്കാമെന്ന് ഇവിടെ എഴുതിയിരിക്കണം. എങ്കിലേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് വിട്ടു തന്ന്. അപ്പോ നമ്മൾ പറഞ്ഞത് തുക 1 ആയാൽ 4 കളം മുന്നോട്ട്. പിന്നെയോ തുക 1/2 കൂടുതലും, 2-1 കൂടുതലും 1 കുറവുമായാൽ 3 കളം. അപ്പോ 1 കുറയുക എങ്ങനെയാ? ഇതിപ്പോ എത്രയാ കിട്ടുന്നത്? 3 2 5, 2 3 6. അപ്പൊ 5/6 എന്ന് പറഞ്ഞാൽ പകുതിയിൽ കൂടുതലാണ്. എന്നാലോ 1 എത്തിയിട്ടുമില്ല, 1 കുറവാണ്, പകുതിയിൽ കൂടുതലുമാണ് ഇതിന്റെ തുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാ കൂട്ടുകയെന്ന്. ഛേദങ്ങൾ കൂട്ടി അംശമാക്കി ഇടുക, ഛേദങ്ങൾ ഗുണിച്ച് ഛേദമാക്കി ഇടുക. അപ്പോൾ 2 3 5 മേലെ ഉണ്ടാവും, 2 3 6 താഴെ ഉണ്ടാവും. 5/6 എന്ന് പറഞ്ഞാൽ പകുതിയിലും കൂടുതലാണ്, എന്നാൽ 1 തികഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ 3 കളമാണ് മുന്നോട്ട് നിൽക്കുക. ഇനി തുക 1/2 ആയാൽ, അതായത് തുക പകുതിയായാൽ 1/2 തുല്യമായാൽ 2 കളം മുന്നോട്ട്. അപ്പോ 1/2 സാധ്യത എങ്ങനെയാണ്? 2 കാൽഭാഗം ചേർന്നാൽ ഹാഫ് ആണല്ലോ. 1/4 1/4 കൂട്ടിയാൽ നമുക്ക് കിട്ടുക അരയാണ്. അപ്പോ അതെവിടെയാ വരുന്നത്? തുക ഹാഫ് ആയാൽ 1/2 ആയാൽ 2 കളം മുന്നോട്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ 2 കളമാണ് മുന്നോട്ട് പോവുക. ഇനി അതിലും താഴെ വരുന്ന എപ്പോഴാ? ഇങ്ങനെ വന്നു. ഇതിപ്പോഴെത്രയാ വരുന്നത്? 1/5 1/6. എത്രയാ കിട്ടുന്നത്? 5 6 11, 5 6 30, 11/30. 11/30 എന്ന് പറഞ്ഞാൽ പകുതിയിലും കുറവാണ്. കുട്ടി നോക്കേണ്ട എന്താണ്? ഛേദത്തിന്റെ നേരെ പകുതിയാണ് മേലെ അംശം നിൽക്കുന്നതെങ്കിൽ പകുതിയാണ്. ഉദാഹരണത്തിന് 16 8, 8/16, 7/14, അപ്പോഴൊക്കെ പകുതിയാണ്. ഇവിടെയോ? ഇവിടെ ഇപ്പോ പകുതിയിലും കുറവാണ്. കാരണം 5 6 30, 30ന്റെ പകുതി 15 ആണ്. 5 6 കൂട്ടിയ 11 ആവുന്നുള്ളൂ, 15 ആവുന്നില്ല. അപ്പോൾ പകുതിയിലും കുറവ്. പകുതിയിലും കുറവായാലോ 1 കളമാണ് മുന്നോട്ട് നീങ്ങുന്നത്. 1 കളം മുന്നോട്ട്. ഈ രൂപത്തിലാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. അപ്പൊ ഇവിടെ 1/5 1/6. അപ്പോൾ 5 6 11, 5 6 30.
30-11. 30-11 എന്ന് പറയുമ്പോൾ അത് 1/2 കുറവാണ്, പകുതിയിലും കുറവാണ്. അപ്പോൾ പകുതിയിൽ കുറവാണെങ്കിൽ ഒരു കളമാണ് മുന്നോട്ട് പോകുക. മറ്റൊന്ന്, സേഫ് കോർണറിൽ വെച്ച് കുത്തി പുറത്താക്കരുത്. നമ്മൾ കളിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, സേഫ് കോർണർ 4 എണ്ണാണ്. 1, 2, 3, 4. ആ 4 എണ്ണത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഒരാളെ കുത്തി പുറത്താക്കിയാൽ അയാൾക്ക് ഒരു കളി ബോണസായി കിട്ടും. അങ്ങനെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എഴുതിയിരിക്കണം. മറ്റൊന്ന്, ഏറ്റവും ആദ്യം 2 കരുക്കളും മധ്യഭാഗത്തെ കളത്തിലെത്തിക്കുന്ന ആളാണ് വിജയി. അപ്പോ ഇത് നമ്മൾ നീക്കുന്ന സമയത്ത് ഒരുപാട് വെട്ടും തടയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ മറികടന്ന് 4 പേര് 4 സ്ഥലത്തൊന്നും പിന്നെ ചെയ്തു വരുമ്പോൾ നാല് പേര് 4 ഭാഗത്തുനിന്നും ചെയ്തു വരുമ്പോൾ ഒരാൾ ഇവിടെ നീക്കുമ്പോൾ തന്നെ മറ്റൊരാൾ വന്ന് വെട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ 4 പേര്. ഇനി 2 പേരാണ് അതിന് സാധ്യത കുറവാണ്, എങ്കിലും വെട്ടും കുത്തും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരും കറങ്ങി ഉള്ളിലേക്ക്, ഇവിടെ മാത്രമേ സേഫ് കോർണർ ഉള്ളൂ 4 എണ്ണം. ഉള്ളിലേക്ക് എത്തിയാൽ പിന്നെ എവിടെയും സേഫ് കോർണർ ഇല്ല. എവിടെ വെച്ചു ആർക്കും കുത്തേൽക്കാം, അല്ലെങ്കിൽ മറ്റൊരാളെ കുത്തി പുറത്താക്കാം. അങ്ങനെ ഏറ്റവും ഉള്ളിലേക്ക് ഇവിടത്തേക്ക് ആദ്യം 2 കരുക്കളും എത്തിക്കുന്ന ആളാണ് വിജയിക്കുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ പിറകുന്ന് ഓടി വന്ന് കുത്തി വീഴ്ത്താനൊക്കെ ആളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് സൂത്രത്തിൽ അതാണ് 2 കരുക്കൾ ഉപയോഗിക്കുന്നത്. ഇയാളെ ബുദ്ധിസാമർഥ്യം അതിനനുസരിച്ച് ഇതാ പുറത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോന്നും സേഫ് കോർണറിൽ വെച്ചായിരിക്കും പോവുക. ഇവിടെ വെച്ച് നിൽക്കുമ്പോൾ വേറൊരാൾ മറികടന്ന് പോകുമ്പോൾ അവിടുന്ന് ചാടിപ്പിടിച്ച് കുത്താനൊക്കെയുള്ള സാധ്യതയുണ്ട്. യെസ്, അപ്പോൾ ഈ രൂപത്തിൽ ഉള്ള ഒരു രസകരമായ കളിയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഡേയ്സ് ഉണ്ടാക്കുന്നത്, കളം വരക്കേണ്ടത്, കളി നിയമങ്ങൾ എങ്ങനെയാണ്, കളിക്കേണ്ടത് ആരൊക്കെ, ഇതൊക്കെ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ച നിയമത്തിൽ ഇനിയും കൂട്ടിച്ചേർക്കൽ വരുത്താം. ഏതെങ്കിലും നിയമം നിങ്ങൾക്ക് തിരുത്താം. അടുത്ത കളിയിൽ കളി രസകരമാക്കാൻ വേണ്ടി പുതിയ നിയമങ്ങൾ കൂട്ടിച്ചേർക്കാം. അതൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നു. കാരണം കളിക്കുന്നത് നിങ്ങളാണ്, കളി തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ കളിയുടെ നിയമം എഴുതി ഉണ്ടാക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. നിർബന്ധമായിട്ടും നമ്മൾ ചാർട്ട് പേപ്പറിൽ ഈ കളി നിയമങ്ങൾ എഴുതണം. അപ്പോൾ ഒരു ചാർട്ട് പേപ്പർ കളി നിയമങ്ങൾ എഴുതാൻ, മറ്റൊരു ചാർട്ടിൽ നമുക്ക് കളിയുടെ രീതി എഴുതാം, മൂന്നാമതൊരു ചാർട്ട് നമുക്ക് കളിക്കളമായിട്ടും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യവും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ഗെയിം ഇതിൽ മാത്രമായി പോരുത്. ടീച്ചേഴ്സും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെ മറ്റ് സംഖ്യകൾ ചേർത്തും നമുക്ക് കളി ഉണ്ടാക്കാം. ഇനി നെഗറ്റീവ് പോസിറ്റീവ് സംഖ്യകളായാലും ദശാംശ സംഖ്യകളായാലും, അപ്പോൾ അതൊക്കെ പഠിക്കുന്നതിന് ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഗെയിം നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നന്നായി കളിക്കുക, നന്നായി പഠിക്കുക.